കുഞ്ഞിത്തോടെ അന്വേഷിക്കാതെ ഇതിനൊരു തീരുമാനം കൊടുക്കണം. ആരാന്ന് ഞാനങ്ങനെ അറിയുന്നു. ഞാനിന്ന് രാവിലെ കാണാം. കഷ്ടമായി പോയി. സ്കെച്ച് തയ്യാറായ സ്ഥിതിക്ക് നിങ്ങൾ പൊക്കോളൂ. ഇനി ഞാൻ പറഞ്ഞിട്ട് വന്നാൽ മതി. ഓക്കെ സാർ. ശരി. എന്നാലും വല്ലാത്ത അവസ്ഥയായി പോയി. എനിക്കിവിടെ വേറെ ചില ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. സാറേ ഇവിടെ പാമ്പുകളൊക്കെ ഉള്ളതാണ്. ഇങ്ങേർക്കിത് എന്തിൻ്റെ കേടാ ഈ പാതിരാത്രിയിലും? ഹലോ സാർ. ഹലോ, കൃഷ്ണൻ സാർ ഉറക്കമായിരുന്നോ? ഏയ് ഒരിക്കലുമല്ല സാർ. ആരായി പാതിരാത്രി വിളിക്കുന്നേ? ആരാത്? നാട്ടിൽ നിന്ന് വൈഫ് വന്നിട്ടുണ്ടായിരുന്നു സാർ. അയ്യോ സോറി കൃഷ്ണൻ, എന്നാ നാളെ കാണാം. കുഴപ്പമില്ല കുഴപ്പമില്ല, പറഞ്ഞോളൂ സാർ. ഒരു കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അതെ കൃഷ്ണ, ഈ റോഡിൽ മുഴുവൻ ഓട നിർമ്മിച്ചത് ഒരു ശരിയായ നടപടിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? എനിക്കതിൽ തെറ്റൊന്നും തോന്നുന്നില്ല സാർ. പിന്നെ ഒരു നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ആ സ്കൂളും പരിസരവും എല്ലാം കൊള്ളാവും സാർ. ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഓഫീസർ ഒരു മാന്യനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ കേട്ടെടുത്തോളം അയാൾ ഒരു നല്ല മനുഷ്യനാണ്. തനിക്ക് ഇപ്പോഴാ പയ്യനോടൊരു സോഫ്റ്റ് കോൺട്രാക്ട് ഉണ്ടല്ലേ? ഏത് പയ്യൻ? ഗപ്പി. ഇല്ല സാർ, ഒരിക്കലുമില്ല സാർ. എനിക്ക് അവനോട് ദേഷ്യമാണ് സാർ, സത്യമായിട്ട് ദേഷ്യമാണ് സാർ. അന്ന് ആ പിള്ളേരെല്ലാം കൂടെ സാറിനെ റോട്ടിലിട്ട് എനിക്കത് ചിന്തിക്കാനേ വയ്യ സാർ. ആണോ? സത്യമായിട്ട്. എന്നാ നാളെ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. ഗുഡ് നൈറ്റ് സാർ. ഓക്കെ സാർ, ഗുഡ് നൈറ്റ്, ബൈ. പാതിരാത്രി ഒരു സർപ്രൈസ്. ഉറങ്ങിയാവട്ടാ.